ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യു ടിപ്സ്. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ലെച്ചൂസ് എഡ്യു ടിപ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 2014 കോട്ടയം LDC ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിന്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത 10 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്പൈഡർ ഈസ് റിലേറ്റഡ് ടു വെബ്. ബി ഈസ് റിലേറ്റഡ് ടു. സ്പൈഡർ വെബിനോട് എങ്ങനെയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ ബി എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്പൈഡർ ഈസ് റിലേറ്റഡ് ടു വെബ്, ബി ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ എ ഏവിയറി, ഓപ്ഷൻ ബി കെന്നൽ, ഓപ്ഷൻ സി എപ്പിയറി, ഓപ്ഷൻ ഡി സ്റ്റേബിൾ. അതായത് സ്പൈഡേഴ്സ് ഈസ് റിലേറ്റഡ് ടു വെബ്, ദാറ്റ് മീൻസ് സ്പൈഡറിന്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത് വെബ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏവിയറി. ഏവിയറി എന്ന് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടേതാണ് ഇത് വരുന്നത് ഏവിയറി. കെന്നൽ എന്തിന്റെയാണ്? ഡോഗ്, ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഡോഗ് കെന്നൽ. ഏപ്പിയറി ഈസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ബി, അല്ലെ? ബിയുടെ ഹോം ആണ് ഇത് ഏപ്പിയറി. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ ഓപ്ഷൻ ഡി സ്റ്റേബിൾ. സ്റ്റേബിൾ ഈസ് റിലേറ്റഡ് ടു ഹോഴ്സ്, കുതിരയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ബി ഈസ് റിലേറ്റഡ് ടു ഏപ്പിയറി. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഈസ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഈസ്. ഓപ്ഷൻ എ ഹെമിനിയോട്ടിക്സ്, ഓപ്ഷൻ ബി സെമാന്റിക്സ്, ഓപ്ഷൻ ഡി ഫോണറ്റിക്സ് ആൻഡ് ഓപ്ഷൻ ഡി മോർഫോളജി. ഓക്കെ, ദ സയന്റിഫിക് സ്റ്റഡി, വെറും സ്റ്റഡി അല്ല ചോദിച്ചിരിക്കുന്നത്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ നമുക്കറിയാം വ്യാഖ്യാനമാണ്. ഇന്റർപ്രിട്ടേഷന്റെ സയന്റിഫിക് സ്റ്റഡിയെ വിളിക്കുന്നതാണ് എന്താ? ഹെമിനിയോട്ടിക്സ്. ഓക്കെ, HERMENE എന്ന് പറഞ്ഞിരിക്കുന്നത് UTICS, ഹെമിനിയോട്ടിക്സ് എന്നുള്ളതാണ് എന്താ? സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ സെമാന്റിക്സ്, ഫോണറ്റിക്സ്, മോർഫോളജി ഇതൊക്കെ എന്താ സംഭവം? സെമാന്റിക്സ് നമുക്കറിയാം സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ്, അല്ലെ? ഒരു ഭാഷയിലെ വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് വിളിക്കുന്നത്? സെമാന്റിക്സ്. സെമാന്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ്. ദെൻ ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. സ്പീച്ച് സൗണ്ടുകളെ കുറിച്ചുള്ള പഠനത്തെ നമുക്ക് ഫോണറ്റിക്സ് എന്ന് വിശേഷിപ്പിക്കാം. മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മോർഫീംസ്. മോർഫീംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ഓർ ദി ബേസിക് യൂണിറ്റ് ഓഫ് എന്താണ്? എ വേർഡ് വിത്ത് മീനിങ്. ഫോർ എക്സാമ്പിൾ മോർഫീം ആണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വേർഡ് എടുക്കാം, ഡോഗ്സ്. ഡോഗ്സ് എന്താന്ന് നമുക്കറിയാം, അല്ലെ? ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോം ഓഫ് ഡോഗ് ആണ്. അതായത് ഈ ഒരു വേർഡ് ഇവിടെ നമുക്ക് ഡോഗ്സിൽ എസ് എന്ന് പറയുന്ന അഫിക്സ് ആണ്. അഫിക്സ് എന്താന്ന് സഫിക്സിലും പ്രിഫിക്സിലും ഞാൻ പറഞ്ഞു. മെയിൻ വേർഡിനോട് ചേർന്ന് വരുന്ന പ്രിഫിക്സ് ആവാം, സഫിക്സ് ആവാം, അതിനെ വിളിക്കുന്നതാണ് ഇത് അഫിക്സ്. അപ്പൊ നമുക്കറിയാം ഡോഗിന് ശേഷം വന്നിരിക്കുന്നതുകൊണ്ട് ഇനി എന്ത് വിളിക്കാം? സഫിക്സ് എന്ന് വിളിക്കാം, അല്ലെ? അപ്പം ഈ എസ്സിന് പ്രത്യേകിച്ച് ഒരു മീനിങ് അല്ല. ഇവിടെ മീനിങ് കിട്ടുന്ന ആർക്കാണ്? എസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതിന് മീനിങ് ഇല്ല, ഡോഗിന്റെ കൂടെ ചേരുമ്പോഴേ അതിന് മീനിങ് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഡോഗ് എന്ന് പറയുന്ന ഈ വേർഡ് എന്താന്ന് പറയാം? ഇതൊരു മോർഫീമാന്ന് പറയാം. കാരണം ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടുന്നില്ല. സോ ഈ ഡോഗ് എന്ന് പറയുന്നത് എന്താണ്? മോർഫീമാണ്. അപ്പൊ ഇതും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് എന്തിന്റെയാണെന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പഠിക്കുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ചിരിക്കുക. സെമാന്റിക്സ് സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ്, സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ്. ഫോണറ്റിക്സ് ഇസ് ദ സ്റ്റഡി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. മോർഫോളജി സ്റ്റഡി ഓഫ് മോർഫീംസ്. മോർഫീംസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു എന്താ പറയുന്ന മീനിങ്ങോട് കൂടിയിട്ട്, ഞാനിപ്പോൾ ഡോഗ്സിന്റെ കേസ് അറിഞ്ഞു. ഡോഗിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു അർത്ഥം കിട്ടുന്ന ഒരു വാക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെ? അപ്പൊ അതാണ് എന്ത്? ഡോഗ്സ് എന്ന് പറയുന്നത് എന്താണ്? മോർഫീം ആന്ന് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്റ്റഡി ഓഫ് മോർഫീംസ്, മോർഫോളജി, സ്റ്റഡി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്, ഫോണറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐ ആം എൽഡർ ടു യു. I am elder to you. Option A aren't I, option B am I, option C amn't I and option D are not I. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഐ ആം എന്ന് പറയുന്നത് പോസിറ്റീവ് കേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ കൂടെ ആറിൻ്റെ ടാഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഐ ആം നോട്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും?
ആം ഐ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ഐ ആം എൽഡർ ടു യു, ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അവിടെ നമുക്ക് നെഗറ്റീവ് ടാഗ് വേണം. ഓപ്ഷൻ എ ആരിൻറ്റ് ഐ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഐ മെറ്റ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. ഐ മെറ്റ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. തന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഡാഷിന് ശേഷം വന്നിരിക്കുന്ന വേർഡ് എന്താണ്? യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന സൗണ്ട് ഏതാണ്? യാ സൗണ്ട് ആണ്. അതായത് ഫോണറ്റിക്സ്, കുറച്ച് മുമ്പ് നമ്മൾ ഫോണറ്റിക്സ് എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. അപ്പൊ ഫോണറ്റിക്സിനകത്ത് യാ സൗണ്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. നമുക്കിത് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യാ സൗണ്ട് ആണ് കിട്ടുന്നത്. യാ സൗണ്ട് എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ട്സിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കോൺസണന്റ് സൗണ്ട്സിന് മുമ്പിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. സോ ഐ മെറ്റ് എ യൂണിവേഴ്സിറ്റി പ്ലെയർ. നെക്സ്റ്റ്, ആർ യു അഫ്രൈഡ് ഡാഷ് ഹിം. ഓപ്ഷൻ എ ഓ ഡബിൾ എഫ് ഓഫ്, ഓപ്ഷൻ ബി ഓഫ്, ഓപ്ഷൻ സി ബൈ ആൻഡ് ഓപ്ഷൻ ഡി അറ്റ്. ചോദിച്ചിരിക്കുന്നത് പ്രിപ്പോസിഷൻ ആണ്. ആർ യു അഫ്രൈഡ്. അഫ്രൈഡ് എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകതയുണ്ട് അല്ലെ. ഒരു ഫിക്സഡ് പ്രിപ്പോസിഷൻ ആയിട്ട് പറയാം. അഫ്രൈഡിന് ശേഷം എന്താ വരുന്നത്? അഫ്രൈഡ് ഓഫ്. കണ്ടോ? അപ്പം ആർ യു അഫ്രൈഡ് ഓഫ് ഹിം. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ ഈസ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ ഈസ്. ഓക്കെ, ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ ഈസ്. ഓപ്ഷൻ എ നിയോഫോബിയ, ഓപ്ഷൻ ബി നെഫോഫോബിയ, ഓപ്ഷൻ സി നോക്ടിഫോബിയ ആൻഡ് ഓപ്ഷൻ ഡി നെബുലാഫോബിയ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എനിത്തിങ് ന്യൂ, എന്തെങ്കിലും പുതിയതായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പേടി. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്ന ഒരു ഫുഡ്, ഏതെങ്കിലും ഒരു പുതിയൊരു ഫുഡ്, അതായത് നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും ഒരു പുതിയൊരു ഫുഡ് നമ്മൾ കഴിക്കാൻ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു പേടിയെ വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഫുഡ് നിയോഫോബിയ എന്ന് വിളിക്കാം. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവില്ലേ, അതിനെ വിളിക്കുന്നതാണ് എന്താ? നിയോഫോബിയ. പുതുതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഭയം. അപ്പൊ അതിനെ വിളിക്കുന്നതാണ് നിയോഫോബിയ. ഓക്കെ, ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ. ഈ നിയോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? ന്യൂ എന്നാണ് കേട്ടോ. നിയോ, ന്യൂ. സോ നിയോഫോബിയ, ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ. ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ നെഫോഫോബിയ. നെഫോളജി നമുക്കറിയാം. നെഫോഫോബിയ മീൻസ് ഫിയർ ഓഫ് എന്താണ്? ക്ലൗഡ്സ് ആണ്. മേഘങ്ങളെ കുറിച്ചുള്ള നമുക്കുണ്ടാവുന്ന ഒരു ഭയം, അതാണ് എന്താ? നെഫോഫോബിയ. ദെൻ ഓപ്ഷൻ സി നോക്ടിഫോബിയ. നോക്ടിഫോബിയ മീൻസ് ഫിയർ ഓഫ് നൈറ്റ്. രാത്രിയെ പേടിക്കുന്നതാണ് എന്താ? നോക്ടിഫോബിയ. ഓക്കെ, നോക്ടിഫോബിയ, ഫിയർ ഓഫ് നൈറ്റ്. ദെൻ നെബുലാഫോബിയ. നെബുലാഫോബിയോ ഫിയർ ഓഫ് ക്ലൗഡ്സ്. ക്ലൗഡ്സിനെ പേടിക്കാം. ഓർ ഫോഗ്. ഓക്കെ, ഫോഗിനോടോ ക്ലൗഡ്സിനോടോ ഉള്ള ഭയമാണ് എന്ത്? നെബുല ഫോബിയ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ ഈസ് കോൾഡ് നിയോഫോബിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രേസ് ടു ഗീവ് ഔട്ട് മീൻസ്. ദ ഫ്രേസ് ടു ഗീവ് ഔട്ട് മീൻസ്. ഓപ്ഷൻ എ ടു അബാൻഡൺ, ഓപ്ഷൻ ബി ടു yield, ഓപ്ഷൻ സി ടു അനൗൺസ് ആൻഡ് ഓപ്ഷൻ ഡി ടു ഡിസ്ട്രിബ്യൂട്ട്. ദ ഫ്രേസ് ടു ഗീവ് ഔട്ട് അല്ലെ. ഗീവ് ഔട്ട് അതായത് നമ്മൾ എന്ത് ചെയ്തു? ഗീവ് ഔട്ട്. ഇങ്ങനെ വിചാരിക്കുക, കൊടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോയി എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് ഇഷ്യൂ എന്നൊരു മീനിങ് പറയാം. ഇഷ്യൂ. ഓക്കെ, അതായത് പ്രകാശനം ചെയ്തു അല്ലെങ്കിൽ കൊടുത്തുപോയി. ഡിസ്ട്രിബ്യൂട്ട് എന്നൊരു വേർഡ് പറയാം. അതുപോലെ തന്നെ എന്താണ്? അനൗൺസ് അല്ലെങ്കിൽ ഡിക്ലെയർ. ഇപ്പൊ ഗീവ് ഔട്ടിന്റെ മീനിങ് എന്തൊക്കെ വരും? ഗീവ് ഔട്ട് മീൻസ് ഡിക്ലെയർ അല്ലെങ്കിൽ പബ്ലിഷ്, ഇഷ്യൂ. ഇതൊക്കെ എന്താണ്? ഗീവ് ഔട്ടിന്റെ മീനിങ് ആണ്. സോ ഓപ്ഷൻ എ നോക്കാം, ടു അബാൻഡൺ, ഓപ്ഷൻ ബി ടു yield, ഓപ്ഷൻ സി ടു അനൗൺസ് ആൻഡ് ഓപ്ഷൻ ഡി ടു ഡിസ്ട്രിബ്യൂട്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ഗീവ് ഔട്ടിന്റെ മീനിങ് ഡിക്ലെയർ. സോ ടു അനൗൺസ് പറയാം. അതുപോലെ തന്നെ എന്തുണ്ട്? ടു ഡിസ്ട്രിബ്യൂട്ട്, ഇഷ്യൂ എന്നൊരു മീനിങ് ഉണ്ട്. ടു ഡിസ്ട്രിബ്യൂട്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഓപ്ഷൻ സിയും ഡിയും എന്താണ്? റൈറ്റ് ആൻസർ ആണ്. ഓഫ് കോഴ്സ് PSC എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദെൻ നോക്കിയേ, അബാൻഡൺ. അബാൻഡൺ നമുക്കറിയാം ഗീവ് അപ്പ് ആണ് അല്ലെ. ഗീവ് അപ്പ് എന്നുള്ളതാണ് എന്താ? അബാൻഡൺ, ഗീവ് അപ്പ്. അതുപോലെ തന്നെ ടു yield എന്ന് പറയുന്നത് എന്താണ്? ഗീവ് ഇൻ ആണ്. സറണ്ടർ അല്ലെങ്കിൽ ടു yield, അതാണ് എന്താ? ഗീവ് ഇൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് ദ എറർ പാർട്ട് ഇൻ. താഴെ തന്നിരിക്കുന്നതിൽ എവിടെയാണ് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹി ടോൾഡ് മീ ദാറ്റ്
I am an intelligent girl. He told me that I am an intelligent girl. Option A, he told me. Option B, that. Option C, I am. Option D, an intelligent girl. ഇവിടെ നോക്കിയേ, he told me that I am an intelligent. He told me that. ഇതെന്താണ്? ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്, ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് തന്നിരിക്കുന്നത്. സി ഐ ആം ആൻ ഇന്റലിജന്റ് ഗേള. ഒരിക്കലും ഇതെന്ത് വരില്ല, സിമ്പിൾ പ്രസന്റ് വരില്ല. സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റണമായിരുന്നു? സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് അവിടെ കിട്ടുന്നത്. ഹി ടോൾഡ് മീ എന്നുള്ളത് നമുക്ക് എറർ ഒന്നുമില്ല. ദെൻ ദാറ്റ് കണക്റ്റിംഗ് വേർഡ് ആണ്, പ്രശ്നമില്ല. സി നോക്കിയേ, ഐ ആം എന്നാണോ വരേണ്ടത്? അല്ല, ഇത് എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ച് ആയതുകൊണ്ട് അവിടെ വരേണ്ടിയിരുന്നത് എന്താണ്? ഐ വാസ് എന്നുള്ളതാണ് അല്ലേ? അപ്പം ഓപ്ഷൻ സി ആണ് എന്ത് റോങ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹി ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ആൻ ഇന്റലിജന്റ് ഗേൾ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. Option A, discovery. Option B, invention. Option C, finding. And option D, inventory. Necessity is the mother of invention. ഇതെന്ന് പറയുന്ന ഒരു പ്രൊവർബാണ് അല്ലെ? ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. അപ്പം നമുക്ക് ഒരിക്കലും പ്രോവർബിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം അത് പണ്ട് തൊട്ടേ അങ്ങനെയുള്ള ചൊല്ലുകളാണ്, പഴഞ്ചൊല്ലെന്ന് പറയും. അപ്പം ഇതെന്താ പറയുന്നത്? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. സോ ഓപ്ഷൻ ബി, ഇൻവെൻഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. അഭിസംബോധനയുടെ രീതിയിൽ എഴുതിയിരിക്കുന്ന പോയം അറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ്. പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. ഓപ്ഷൻ എ, സോണറ്റ്. ഓപ്ഷൻ ബി, ഡ്രമാറ്റിക് മോണോലോഗ്. ഓപ്ഷൻ സി, ഓഡ്. ആൻഡ് ഓപ്ഷൻ ഡി, ലല്ലബി. അല്ലെ, അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതുന്ന പോയത്തെ വിളിക്കുന്നതാണ് എന്താ? ഓഡ്. ഓക്കെ, എ പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ഈസ് കോൾഡ് ഓഡ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഓഡാണ് നമ്മുടെ റൊമാൻറ്റിക് പോയിറ്റ് ആയിട്ടുള്ള ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു എ നൈറ്റിംഗേൾ. കേൾക്കാത്തവരായിട്ട് ആരും കാണത്തില്ല അല്ലെ? മൈ പെയിൻ ഏക്സ് ആൻഡ് എ ഡ്രൗസി നംനെസ് പെയിൻസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓടാണ് ഏത്? ഓഡ് ടു എ നൈറ്റിംഗേൾ. മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഓഡ് ജോൺ കീറ്റ്സ് എഴുതിയതാണ് ഓഡ് ടു എ നൈറ്റിംഗേൾ. അവിടെ നൈറ്റിംഗേളിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പോയം എഴുതുന്നത്. സോ ഓഡ് എന്ന് പറയുന്നതാണ് ദ പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. നെക്സ്റ്റ് നമുക്ക് സോണറ്റ് എന്താണെന്ന് നോക്കാം. സോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലൈൻസ് പോയം വിത്ത് എ ഫിക്സഡ് റൈം സ്കീം. ആകെ ആ പോയ എത്ര വരിയെ കാണുള്ളൂ? 14 വരിയെ കാണുള്ളൂ. പക്ഷെ അതിനൊരു റൈം സ്കീം, മീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അനുസരിച്ച് ഫോളോ ചെയ്ത് പോകുന്ന 14 ലൈനുള്ള പോയാണെന്താ? സോണറ്റ്. നമ്മുടെ ഷേക്സ്പിയർ ഒക്കെ സോണറ്റ് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ദെൻ ഡ്രമാറ്റിക് മോണോലോഗ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയം ഇൻ ദ ഫോം ഓഫ് എ സ്പീച്ച്. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുന്ന രീതിയിൽ, സംസാരിക്കുന്ന രീതിയിലൊക്കെ എഴുതുന്ന പോയാണെന്താ? ഡ്രമാറ്റിക് മോണോലോഗ്. ദെൻ ലല്ലബി. ലല്ലബി നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന അല്ലേ? ക്രാഡിൽ സോങ്. ദാറ്റ് മീൻസ് കുട്ടികളെയൊക്കെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് താരാട്ടുപാട്ട്, അതാണ് എന്താ? ലല്ലബി. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഓഡ് എന്നുള്ളതാണ് പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ഈസ് കോൾഡ് ഓഡ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓഡ്. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ 2014 കോട്ടയം LDCയുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഭാഗം, അതായത് 20 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഈ ആദ്യത്തെ പാർട്ട് കാണാത്തവർ ആദ്യത്തെ പാർട്ടും കൂടി കാണാൻ ശ്രമിക്കുക. ആ പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക്